എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഗംഗേട്ടനും മാലതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗംഗേട്ടൻ മാലതിയോടായി പറയുന്നു, അയാൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലല്ലേ, എന്താ ചെയ്യുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ലായിരിക്കും. ഭയങ്കര വിഷമമായി കാണിയിരിക്കും അല്ലേ ഗംഗേട്ട? ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരണമെങ്കിൽ ചങ്കിൽ തട്ടിയിട്ടുണ്ടാവത്തില്ലേ എന്ന് മാലതി. ഈ സമയം ഗംഗേട്ടൻ മാലതിയോടായി പറയുന്നു, 10-20 വർഷം മറിഞ്ഞു കിടന്ന ഈ സംഭവത്തെ മാന്തി എടുത്ത് വെളിയിൽ കിട്ടിയവനെ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ സാമാന്യബോധവും സംസ്കാരമുള്ള ആരെങ്കിലും ഈ പണി ചെയ്യുമോ? പക്ഷേ ബാലേന്ദ്രൻ ഡിവോഴ്സിന് പോയാലും പ്രശ്നങ്ങളൊന്നും തീരത്തില്ലല്ലോ എന്ന മാലതി. മക്കളുടെ കാര്യമൊക്കെ തീരുമാനിക്കണ്ടേ, അവരൊക്കെ ആരുടെ കൂടെ നിൽക്കും? ഗംഗേട്ടൻ മാലതിയോടായി പറയുന്നു, നമുക്ക് എന്തായാലും പാലേക്ക് പോകാം. പോകാതിരുന്നാലും ശരിയാവത്തില്ല, അവസാനം നമ്മൾ പിടിച്ചാലും കിട്ടാത്ത നിലയിലേക്കെത്തും. മറുപടിയായി മാലതി, ആ പോവാം, അച്ഛൻ്റെ മരണശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ലല്ലോ. ഈ സമയം ശർമ്മ ഡോക്ടറും മറ്റൊരു ഡോക്ടറും കൂടെ ചേർന്ന് ബാലനുള്ള ICUവിലേക്ക് കയറിപ്പോകുന്നു. ഡോക്ടറെ കണ്ടതും ബാലൻ പതിയെ കണ്ണുകൾ തുറക്കുന്നു. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് നഴ്സിനോട് ബാലൻ്റെ ആരോഗ്യനിലയെപ്പറ്റി തിരക്കുന്നു. ഈ സമയം ഡോക്ടർ ബാലനോടായി ചോദിക്കുന്നു, ബാലേന്ദ്രന് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. പക്ഷേ ഇതിനുള്ള മറുപടിയായി ബാലൻ, ഡോക്ടർ വിഷമിക്കേണ്ട, ശരിയായില്ലെങ്കിലും സാരമില്ല. ഈ സമയം ശർമ്മ സാറ് ബാലനോടായി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ വൈഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാണണമെന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ ഓക്കെ ആണെങ്കിൽ അവരെ അകത്തേക്ക് വിളിക്കാം. ഇത് കേൾക്കുന്ന ബാലൻ, ഞാൻ ഓക്കെ അല്ല, ഇങ്ങോട്ടേക്ക് വിടണ്ടെന്ന് ബാലൻ തറപ്പിച്ച് പറയുന്നു. വേറെ ആരെങ്കിലും കാണണോ എന്ന് ശർമ്മ ഡോക്ടർ തിരക്കുന്നുണ്ട്. ആരെയും തന്നെ എനിക്ക് കാണണ്ടെന്ന് ബാലൻ തീർത്തു പറയുന്നു. അലീനെ വീട്ടിലാക്കിയ ശേഷം തിരിച്ചു വന്ന മനുശങ്കർ വൈജയോടെ ചോദിക്കുന്നു, അങ്കിളുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ ആൻറ്റി? മറുപടിയായി വൈജ, എനിക്കറിയത്തില്ല, ആരോട് ചോദിക്കാനാണ്? ഡോക്ടറിനെ ഒന്നും കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേര് ICUവിലോട്ട് കയറി പോകുന്നു കേട്ടു, തിരിച്ചു വന്നില്ല, അവർ വരട്ടെ, അപ്പോൾ കാര്യമറിയാമെന്ന് മനുശങ്കറും പറയുന്നു. ഈ സമയം വൈജ മനുവിനോടായി ചോദിക്കുന്നു, നീ അലീനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വന്നതാണോ? അതെ എന്ന മട്ടിൽ മനു മറുപടി പറയുന്നു. പോകുന്ന വഴി ഞാൻ അലീനയോട് ചില കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. അവൾ പറഞ്ഞത് അങ്കിള് മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നതെന്ന്. മാത്രമല്ല വീട്ടിൽ വന്ന ശേഷം അങ്കിള് പിന്നെയും ഇരുന്ന് കുടിക്കുകയായിരുന്നു. ഇത് കേൾക്കുന്ന വൈജ മനുശങ്കറിനോടായി ആവശ്യപ്പെടുന്നു, നീ നാളെ ബാലചന്ദ്രൻ്റെ നാളും സമയമൊക്കെ ഒരു ജോത്സ്യനെ കണ്ടെന്ന് നോക്കിക്കണം. വളരെ മോശം സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വല്ലോ കണ്ടകശിനിയാണോ മറ്റോ എന്ന് നമ്മൾക്കറിയില്ലല്ലോ. അതിനിപ്പോൾ ജാതകം എടുത്ത് നോക്കിയാൽ പോരെ എന്നാണ് മനുവിൻ്റെ മറുപടി. എന്നാ ഞാൻ കാണുന്നൊരു ദോഷം നിന്നോട് പറയട്ടെ എന്ന് വൈജ ചോദിക്കുന്നു. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇത് കേട്ടുകൊണ്ട് നിന്ന മനുശങ്കർ വൈജയോടായി പറയുന്നു, ആൻറ്റി എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. സാധാരണ ആൻറ്റി മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുവോ വിഷമാവോ അങ്ങനെയൊന്നും നോക്കാറില്ലല്ലോ. കേൾക്കുന്ന വൈജ പറയുന്നത്, എനിക്ക് ആരെയും സോപ്പിട്ട് സൂപ്പിയേണ്ടിയൊന്നും ആവശ്യമില്ല മനു, അതാണ് ആൻറ്റി പെരുമാറുന്നത് പോലെയാണ് ബാക്കി എല്ലാവരും തന്നെ പെരുമാറുന്നെങ്കിൽ ഇവിടെ അടിയുടെ പൂരമായിരിക്കുമെന്നാണ് മനുശങ്കർ പറയുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന വൈജ, അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? വേറൊന്നുമല്ല, ആൻറ്റി അങ്കിളിനോട് സംസാരിക്കുന്നത് പോലെ വല്ലതുമാണ് എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഡെന്റിസ്റ്റിൻ്റെ സേവനം വേണ്ടി വരും. ഇത് കേട്ടിട്ട് വൈജ മനുവിനോട് ദേഷ്യത്തോടെ, എന്നാൽ നീ കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വൈജയുടെ തുടർന്നുള്ള സംഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മനുശങ്കറിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് വൈജ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ അലീന എന്ന് കാല് കുത്തിയോ അന്നു മുതൽ ദോഷമാണ്. കേട്ടു നിന്ന മനു, ആണോ ആൻറ്റി എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്തത്? എടാ, അച്ഛൻ കഴക്കൂട്ടത്ത് പോയി അവൾ കണ്ടതിന് ശേഷം എത്ര നാൾ ജീവിച്ചിരുന്നു? കുറഞ്ഞത് ഒരു 2 വർഷമെങ്കിലും ജീവിച്ചിരിക്കേണ്ട ആളല്ലേ പെട്ടെന്നങ്ങ് പോയത്? ഇതും ജാതകത്തിലുണ്ടായിരുന്നു എന്ന് മനു കളിയാക്കൽ രൂപേണ ചോദിക്കുന്നു. ഞാനതൊന്നും നോക്കിയില്ലെന്ന് വൈജ. ഇപ്പം തന്നെ അവൾ കടപ്പാട്ടേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത്? ഇനി അതെന്തൊക്കെയാണെന്ന് മനു ചോദിക്കുമ്പോൾ രോഹിയുടെ സ്വഭാവം വഷളായി പോയില്ലേ, കൂടെ ഹരിയുടെയും. അപ്പോൾ ഇതൊക്കെ അലീന കാരണമാണോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. മറുപടിയായി വൈജ, പിന്നല്ലാതെ അവളില്ലെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോ? ഇപ്പം തന്നെ ബാലേന്ദ്രൻ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്? ഓ, അപ്പോൾ അതും അലീന കാരണമാണെന്നാണോ ആൻറ്റി പറഞ്ഞു വരുന്നത്? അതിലിപ്പോൾ എന്താ ഇത്ര സംശയമെന്ന് വൈജ. ഒരു വേലക്കാരിയെ കാണുന്ന പോലെ ബാലേന്ദ്രൻ അവളെ കാണാൻ പറ്റുന്നില്ല. അവള് എവിടുന്നോ വന്നൊരു പാവം, അലിവും കരുണയൊക്കെ കിട്ടേണ്ടവള്. ഇതൊക്കെയാണ് ബാലേന്ദ്രൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും അവളോട് പെരുമാറുന്നത് ബാലേന്ദ്രന് സഹിക്കാൻ കഴിയത്തില്ല. അതുപോലെ ടെൻഷനല്ലേ അവൾ കൊടുക്കുന്നത്. ആ, ഇത് ശരിയാണെന്ന് മനുശങ്കർ സമ്മതിക്കുന്നു. അതുമാത്രമല്ല രോഹി ആര്യം കൂടെ ചേർന്ന് അവളെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചൊക്കെ വള്ളി പൊള്ളി വിടാതെ അവൾ ബാലേന്ദ്രന് പറഞ്ഞു കൊടുത്തില്ലേ? സ്വന്തം മകൻ്റെ കാര്യം കേൾക്കുമ്പോൾ ഏതൊരച്ഛനാ ടെൻഷൻ കയറാത്തത്? അതോടുകൂടി ബാലേന്ദ്രൻ്റെ സമാധാനം പോയി. ഇതിനൊക്കെ കാരണക്കാരി ആരാണ്? ഇതെല്ലാം കേട്ടു നിന്ന ശേഷം മനുശങ്കർ അപാരം. മീനച്ചിയാറ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അലീന കിച്ചൺ സിങ്കിൽ ടാപ്പ് തുറന്നു വിട്ടത് കൊണ്ടാണെന്ന് ആൻറ്റി പറഞ്ഞില്ലല്ലോ.
ബാലചന്ദ്രനെ പരിശോധിച്ച ശേഷം ഈ സമയം ശർമ്മ ഡോക്ടറും മറ്റൊരു ഡോക്ടറും കൂടി വൈജയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വൈജ ഡോക്ടറോടായി ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് ബാലചന്ദ്രനെ കാണാൻ കഴിയുമോ? നിങ്ങൾക്ക് കാണണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ കാണാനുള്ള സമയം പിന്നീട് അറിയിക്കാമെന്നാണ് അയാൾ പറഞ്ഞത്. ഇപ്പം കാണാൻ പറ്റില്ലേന്ന് വൈജ എടുത്ത് ചോദിക്കുന്നു. പുള്ളി ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, അപ്പോൾ നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ല. കൂടെ ഉണ്ടായിരുന്ന ശർമ്മ ഡോക്ടർ അവിടെയെല്ലാം അലീനയെ തിരയുന്നുണ്ട്. ആ കുട്ടി എവിടെ പോയെന്ന് പറഞ്ഞ് വൈജയോടായി ചോദിക്കുന്നു. വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നാണ് വൈജ പറഞ്ഞത്. അവളെപ്പോൾ ഒരു സർവൻറ്റിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്, ബ്രേവ് ഗേൾ എന്ന് അലീനയെ പറ്റി ശർമ്മ ഡോക്ടർ പറയുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഷീ ഈസ് വെരി ക്ലെവർ, ഡെഡിക്കേറ്റഡ് ആൻഡ് ഇന്നസെൻറ്റ് ഗേൾ. പക്ഷേ ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വൈജ. വൈജയുടെ ഡോക്ടർ പറയുന്നു, നിങ്ങൾ അവൾക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണം കേട്ടോ, അത്രയ്ക്കും എഫേർട്ട് അവൾ എടുത്തിട്ടുണ്ട്. ഇത്രയും കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന മനുശങ്കർ, ആൻറ്റി പറയുന്ന കറക്റ്റാ, ആൻറ്റിയുടെ സമയം ഇപ്പോൾ അത്ര നല്ലതല്ല, മോശമാണ്. ഞാൻ ഏതെങ്കിലും ജോത്സ്യരെ സംഘടിപ്പിക്കാം, നോക്കിക്കാമെന്ന് കളിയാക്കിക്കൊണ്ട് മനു പറയുന്നു. ഇപ്പോൾ അലീന രേവതിയെ ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ എടുത്ത ഉടൻ തന്നെ രേവതിയോടായി എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഫുഡ് ഐറ്റം ഓവനിൽ വെച്ച് ചൂടാക്കുകയാണെന്നാണ് രേവതിയുടെ മറുപടി. ചേച്ചി ഇന്ന് അവിടുന്ന് പോരുന്നല്ലേ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഇവിടെ ആകെ പ്രശ്നമാണെന്നാണ് അലീനയുടെ മറുപടി. എനിക്കിനി ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശമില്ല എന്ന മട്ടിൽ രേവതി വെറും 2 മണിക്കൂർ പോരെ, ഏതെങ്കിലും ഒരു സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ട് വയറ്റിൽ ഇറങ്ങിയാൽ മതി, ഞാനും അങ്കിളൂടെ വിളിക്കാൻ വരാം. പക്ഷേ അലീന പറയുന്നു, ഇവിടെ ആകെയെല്ലാം കരങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ബാലേന്ദ്രൻ സാറ് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയ കാര്യം? ഇന്ന് രാവിലെ 10 മണിക്കാണ് തിരിച്ചെത്തിയത്. ഇത് കേൾക്കുന്ന രേവതി, എനിക്ക് പിന്നെ ചേച്ചിക്ക് അപ്പോൾ തന്നെ സാറിനോട് പറഞ്ഞിട്ടെങ്കിൽ പോരായിരുന്നില്ലേ? എല്ലാം പാക്ക് ചെയ്ത് പോരാ റെഡിയായിട്ടിരിക്കുമല്ലായിരുന്നോ? അത് പക്ഷേ എങ്ങനെ പറ്റുമെന്ന് അലീന, സാറ് വന്നത് തന്നെ ആകെ പ്രശ്നത്തിലാണ്. കള്ളം കുടിച്ച് ഒരു ലെവലുമില്ലാതെ ഇവിടെ വന്നിട്ട് പിന്നെയും കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴിഞ്ഞു വീണു. ഇത് കേൾക്കുന്ന രേവതി, ഇനി എന്ത് ചെയ്യും ചേച്ചിയെന്ന് അലീനയോടെ ചോദിക്കുന്നു. അലീന പറയുന്നു, ഹോസ്പിറ്റലിൽ ചെന്നോടെ ആള് രക്ഷപ്പെട്ടു, പക്ഷേ കുറച്ച് ദിവസം ഇനി അവിടെ കിടക്കേണ്ടി വരും, ഇപ്പോൾ ICUവിലാണ്. അതെന്താന്ന് വെച്ചാൽ അവർ നോയിക്കോട്ടെ, ചേച്ചി ഇങ്ങി വരാനായി രേവതി പറയുന്നു. ഇവിടെ ആരും ഇല്ലെന്നേ, മാഡം ഹോസ്പിറ്റലാണ്, മുത്തശ്ശിയെ നോക്കണ്ടേ, കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരും. ഇത് കേൾക്കുന്ന രേവതി, ഹോ കുട്ടികൾ, മയക്കുമരുന്നും പെൺപിള്ളേരെ പിടിക്കലുമായൊക്കെ നടക്കുന്നവർ, കൂടാതെ ഏതു നേരം മൊബൈലിൽ ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നവളാണോ കുട്ടികൾ? അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും, ചേച്ചി ഇങ്ങോട്ട് വരാനായി ദേഷ്യത്തോടെ പറയുന്നു. മുത്തശ്ശിയുടെ കാര്യം ആരെ ഏൽപ്പിക്കുമെന്ന് വിഷമത്തോട് അലീന പറയുമ്പോൾ മാഡത്തിൻ്റെ ഫോൺ നമ്പർ കയ്യിലില്ലേ, വിളിച്ച് മാഡത്തോട് തന്നെ പറയാനായി രേവതി ആവശ്യപ്പെടുന്നു. ഇതെല്ലാം കേട്ട ശേഷം അലീന, എങ്ങനെയാടി ഒരു വീട്ടിൽ നിന്ന് ഒന്നും നോക്കാതെ ഇറങ്ങിപ്പോരുന്നത്? നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ എന്ന് അലീന പറയുന്നത്. അവർക്ക് ഇങ്ങോട്ടില്ലാത്ത ഉത്തരവാദിത്തം പിന്നെ ചേച്ചിക്ക് എന്തിനാ അങ്ങോട്ടെന്ന് രേവതി പറയുന്നു. ചേച്ചി ഒരു കാര്യം ഓർക്കണം, ചേച്ചി ഒറ്റയാണ്, അവർക്ക് ഇഷ്ടം പോലെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെയുണ്ട്. അവർ ചേച്ചിയെ കറിവേപ്പില പോലെ എടുത്ത് കളയാനിരിക്കുന്നവരാ. ഇതെല്ലാം കേട്ട ശേഷം അലീന, അവർക്ക് ഞാൻ അന്യാണെങ്കിലും എനിക്ക് അവരാരും അന്യരല്ലല്ലോ മോള്, എല്ലാം നോക്കണ്ടേ ഞാനെന്ന് അലീന പറയുമ്പോൾ, ഇത് വലിയ കഷ്ടമാണല്ലോ, ഞാനിന്ന് ചേച്ചി വരുമെന്നോർത്ത് സന്തോഷിച്ചിരിക്കുമായിരുന്നുവെന്ന് രേവതി. എനിക്ക് സാറിനോട് പറയാതെ പോരാനും പറ്റത്തില്ലല്ലോ. സാർ ഇങ്ങനൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്നും പറയാതെ ഞാൻ എങ്ങനെ ഇറങ്ങി ഓടി വരുന്നത്? നമുക്കൊരു ഡിഗ്നിറ്റി ഇല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ ഒരു മോളെ പോലെ കെയർ ചെയ്ത ആളല്ലേ? ആ അതും ശരിയാണല്ലോ, ആ സാറിന് എന്നാ പറ്റിയതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാനെന്ന് രേവതി. ഇനിയിപ്പോൾ രേവതിയോട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. വീട്ടിൽ വരുമ്പോൾ ആഹാരം വിളമ്പിക്കൊടുക്കുന്നു, 2 വാക്ക് സംസാരിക്കുന്നു, അത്രയല്ലേ നമുക്ക് അവരെ പറ്റി അറിയത്തുള്ളൂ. ഇപ്പോൾ രേവതി പറയുന്നു, അപ്പോൾ ദിവസങ്ങൾ കുറേ കഴിയും അല്ലേ ഇനി ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ? സാറ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടേക്ക് പോരും. എന്നാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞ് രേവതി കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കൃഷ്ണയും ബബിതയും. വന്ന് കിടക്കുന്ന ഡോർ കണ്ട ബബിത, ഇത് ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, എന്താ പറ്റിയേ? അകത്തേക്ക് വന്ന കൃഷ്ണ അലീനയെ കണ്ടതും, അലീന ചേച്ചി ഡോർ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, ഞാനിപ്പോഴാണ് അകത്തേക്ക് വന്നത്. മോളെ, അച്ഛൻ തിരിച്ചു വന്ന വിവരം നിങ്ങൾ അറിഞ്ഞുവെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ എപ്പോൾ വന്നുവെന്ന് കൃഷ്ണ പറയുന്നു. വിഷമത്തോടുകൂടി അലീന കാര്യങ്ങൾ ഓരോന്നായി പറയുകയാണ്. നിങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്നത്, പക്ഷേ അച്ഛന് ഒരു കുഴപ്പം പറ്റി, പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അമ്മയും അവിടെയാണ്. ഇത് കേട്ട ശേഷം ബബിത, എന്നാ പറ്റിയതാ അച്ഛന് ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ? സാറ് ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അലീന. ഇത് കേട്ട് വിശ്വസിക്കാൻ പറ്റാതെ കൃഷ്ണ, അച്ഛനോ? അച്ഛൻ അങ്ങനൊന്നും കുടിക്കില്ലല്ലോ ചേച്ചി.
ഇന്ന് പക്ഷേ ആ അച്ഛനല്ലായിരുന്നു മോളെ, കുപ്പിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് കുടിച്ചുവെന്ന് ഡൈനിങ് ടേബിൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നോടും മുത്തശ്ശിയോടും ഒക്കെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു സാറിന്റെ പെരുമാറ്റമെന്ന് അലീനയോടെ ബബിത ചോദിക്കുന്നു. അച്ഛൻ കുഴിഞ്ഞു വീണപ്പോൾ ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? മറുപടിയായി അലീന, ഞാനുണ്ടായിരുന്നല്ലോ ഇവിടെ. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു. ഡോക്ടർ ഷാമയും അങ്ങനെ എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. അതുകൊണ്ട് രക്ഷിക്കാൻ സാധിച്ചു. ഞാൻ എന്തായാലും അമ്മയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ബബിത വൈജയ്ക്ക് കോൾ ചെയ്യുന്നു. കോൾ എടുത്തിടൻ തന്നെ ബബിത അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് വൈജയോടായി ചോദിക്കുന്നു. നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞതെന്നാണ് വൈജയുടെ ചോദ്യം. അലീനയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്, രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു കാണുമായിരിക്കുമല്ലോ. അത് വെറുതെ പറഞ്ഞു കാണുമെന്ന് ബബിത ചോദിക്കുമ്പോൾ അവൾ ആംബുലൻസ് വിളിച്ച് വരാൻ പറഞ്ഞു. അതിപ്പോൾ അമ്മയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തിരുന്നെങ്കിൽ അമ്മ പറഞ്ഞാൽ ആംബുലൻസിനോട് വരാനായിട്ട്. അമ്മയുടെ ഫോണിൽ നിന്നാണല്ലോ വിളിച്ചത്. ഇതായിരുന്നു വൈജയുടെ മറുപടി. എന്നിട്ടിപ്പോൾ അവള് എല്ലാവരോടും അവളാണ് ബാലിനെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് ആള് കളിച്ച് നടക്കുവാണെന്നാണ് വൈജയുടെ ചോദ്യം. മറുപടിയായി ബബിത, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ അവൾ പറയും മനുവിനോട് അവൾ ഏതാണ്ടൊക്കെ അങ്ങനെ പറഞ്ഞാൽ ധരിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന കൃഷ്ണ ബബിതയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച ശേഷം വൈജയോടെ പറയുന്നു. ഞങ്ങൾ വിളിച്ചത് അലിന ടീച്ചറെ കുറ്റം പറയുന്നത് കേൾക്കാനല്ല, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വൈജ പറയുമ്പോൾ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞിരുന്നാൽ മതി. ഇവിടുത്തെ കാര്യമൊക്കെ ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. മറുപടിയായി വൈജ, അച്ഛൻ ICU തന്നെയുള്ളത്, ഇതുവരെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിസിറ്റേഴ്സിലുള്ള പാർലറിൽ. ഇപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുമെന്ന് കൃഷ്ണ ചോദിക്കുന്നു. ഇങ്ങോട്ടേക്ക് ആരും തന്നെ ഓടി വരണ്ട, എനിക്ക് തന്നെ കാണാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. ഞാനെന്നാ ചേച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണ ബബിതയ്ക്ക് നേരെ ഫോൺ നീട്ടുന്നു. ബബിത വൈജയോട് ചോദിക്കുന്നുണ്ട്. അമ്മേ, അലീന പറഞ്ഞത് അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആണെന്നാ, സീരിയസ് ആണോ? ഇനി പേടിക്കാനായിട്ടില്ലെന്നാണ് ഡോക്ടർ ശർമ്മ പറഞ്ഞത്. അച്ഛനെ കാണാൻ പറ്റുമ്പോൾ ഞങ്ങളോടും കൂടി പറയണേന്ന് ബബിത വൈജയോട് പറയുന്നുണ്ട്. അവിടെ എന്തായടി, അവൾ വല്ലതും തന്നോ കുടിക്കാനോ കഴിക്കാനോ വല്ലതും? ഇവിടെ ഒരു കുഴപ്പമില്ല, വെച്ചോട്ടെ എന്ന് പറഞ്ഞ് ബബിത വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. കൃഷ്ണ ഇപ്പോൾ ബബിതയോട് പറയുന്നുണ്ട്, മനുവേട്ടിനെ ഒന്ന് വിളിച്ചു നോക്കിയേ, കറക്റ്റായിട്ടുള്ള വിവരം അറിയാൻ കഴിയും. അങ്ങനെ ബബിത മനുവിനെ വിളിച്ച് വിവരങ്ങളെല്ലാം തിരക്കുന്നു. ഈ സമയം രേവതിക്കുട്ടിയും ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റി, അലീന ചേച്ചി ഇന്നും വരത്തില്ല എന്ന്. അതെന്താടി, ഇന്നലെ വരാനിരുന്നല്ലേന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുന്നു. ഇന്നും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ കേട്ടിട്ട് ദേഷ്യം വരുന്നെന്ന് രേവതി. എന്താ വരാത്തെന്നുള്ള കാരണം പറഞ്ഞില്ലേന്ന് മാമച്ചൻ. കാരണം അവിടുത്തെ ബാലേന്ദ്രൻ സാറിന് ഹാർട്ട് അറ്റാക്ക് ആണെന്നോ ഹോസ്പിറ്റലാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. ഇത് കേട്ടപാടെ മാമച്ചൻ, ഹാർട്ട് അറ്റാക്ക് വന്നെന്നോ? നീ ഒന്നും ചോദിച്ചില്ലേ അതിനെപ്പറ്റി വിശദമായിട്ട്? മറുപടിയെ രേവതി, ഹാർട്ട് അറ്റാക്ക് വന്നു ഹോസ്പിറ്റലാക്കി, വലിയ സീരിയസ് ഒന്നുമല്ല. അതിലിപ്പോൾ ഇത്ര ചോദിക്കാനായിട്ട് എന്താ ഉള്ളത്? ഗ്രേസി ആൻറ്റി രേവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ വൈജയന്തി ഹോസ്പിറ്റലിൽ പോയി കാണുമല്ലോ. വീട് തന്നെ ഇട്ടിട്ട് അലീന എങ്ങനെ ഇങ്ങോട്ട് പോരും? ആ, അതാണിപ്പോൾ പ്രശ്നമായത്. അപ്പോൾ അവർക്ക് അവളെ വേണമായിരിക്കുമല്ലേ എന്ന് ഗ്രേസി ആൻറ്റി പറയുന്നു. ചേച്ചി പറയുന്നത് അന്യ വീടല്ലല്ലോ, എങ്ങനെ ഇട്ടിട്ട് പോരുമെന്നാണെന്ന് രേവതി. ആ പറഞ്ഞത് ശരിയാ, അവളുടെ അമ്മയും കൂടപ്പുറപ്പോളും അല്ലേ എന്ന് ഗ്രേസി ആൻറ്റി. ഒന്ന് പതുക്കെ പറ, ഇതിപ്പോൾ എല്ലാവരോടും വിളിച്ച് പറയുമല്ലോ എന്ന് പേടിയോടെ രേവതി. ഇപ്പോൾ മാമച്ചൻ രേവതിയോടായി. അയാൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനല്ലായിരുന്നോ എന്നെപ്പോലെ? ഇത് കേട്ടിട്ട് ചിരിക്കുകയാണ് രേവതി. നീ എന്താടി ചിരിക്കുന്നതെന്ന് തമാശ രൂപേണ മാമച്ചനങ്ങൾ ചോദിക്കുന്നു. ആരോഗ്യം എന്ന് പറയുന്ന അവസ്ഥ നമുക്കൊരു രോഗം ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളതാണ്. നമുക്കിപ്പോൾ എന്തൊക്കെ രോഗങ്ങളാണ് ഉള്ളതെന്ന് മാമച്ചനോടായി ചോദിക്കുന്നു. അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് എന്തൊക്കെ രോഗങ്ങളാണ് ഇല്ലാത്തത്? ഞാൻ കേട്ട ശേഷം മാമച്ചൻ ഗ്രേസിയാൻ്റോടായി. ഗ്രേസമ്മേ, ഇവൾ നമ്മളെ വെറും രോഗികളായിട്ടാണ് കാണുന്നത്. ഈ സമയം രേവതി ഗ്രേസിയാൻ്റോടായി ചോദിക്കുന്നു. ആൻറ്റി, നമുക്ക് അവിടം വരെ പോയാലോ? എവിടെ, പാലായിക്കോ എന്ന് ഗ്രേസി ആൻറ്റി. 2 ദിവസം എന്തായാലും കഴിയട്ടെ, തിരിച്ചു വരുമ്പോൾ നമുക്ക് അലീനയും കൂടെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ഗ്രേസി ആൻറ്റി പറയുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മനുശങ്കറിനോട് സംസാരിക്കുകയാണ് വൈജ. നിനക്ക് വല്ല ഊഹം കിട്ടുന്നുണ്ടോ മനു? ബാലേന്ദ്രന് എന്താണ് ഇങ്ങനൊരു ചേഞ്ച് വരാൻ കാര്യമെന്ന് പിടിയും കിട്ടുന്നില്ലെന്നാണ് മനുശങ്കർ പറയുന്നത്. ഞാൻ അലീനയോട് ചോദിച്ചിരുന്നു, അങ്കിളുടെ സ്വഭാവത്തിൽ പോയ ദിവസവും വന്ന ദിവസമൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ എന്ന്. എന്നിട്ട് അവൾ എന്തോ പറഞ്ഞെന്നാണ് വൈജ ചോദിക്കുന്നത്. പോയ ദിവസം ഊണ് കഴിച്ച് വളരെ സന്തോഷത്തോടെയാണ് അങ്കിള് സ്വന്തം മുറിയിലേക്ക് പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ആളാകെ ചേഞ്ചായി. വല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, അലീനയോട് തട്ടിക്കയറുകയും ചെയ്തു. മുത്തശ്ശിയോടാവട്ടെ ഒരു ബഹുമാനമില്ലാത്ത മട്ടിൽ സംസാരിക്കുകയും ചെയ്തു. കുടിച്ച മദ്യമായിരിക്കും സംസാരിച്ചതെന്ന് പുച്ഛത്തോടുകൂടി വൈജ. ഈ സമയം ഒരു നഴ്സ് അവരുടെ അരികിലേക്ക് വന്ന് ഒരാൾക്ക് കാണാൻ അനുവാദമുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഞാൻ കാണാമെന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വരുന്ന വൈജയോടായി നഴ്സ് തടഞ്ഞുകൊണ്ട് പറയുന്നു, സോറി, സ്ത്രീകളെ അകത്ത് കയറ്റണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനെയെന്ന് വൈജ ചോദിക്കുമ്പോൾ, പേഷ്യൻറ്റിൻ്റെ ഇഷ്ടം പോലെയല്ലേ നമ്മൾക്ക് ചെയ്യാൻ കഴിയൂ. എന്നാൽ ശരി ആൻറ്റി, ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മനുശങ്കർ അകത്തേക്ക് പോകുന്നു. ICUവിൽ അകത്തെത്തിയ ശേഷം മനുശങ്കറിനെ കണ്ടതും ബാലനാകെ സന്തോഷത്തിലാണ്.
നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? ആ, ഉണ്ടായിരുന്നു. എന്നാലും അങ്കിളെ എന്തായി കിടപ്പെന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി ബാലൻ രാജകീയം. എങ്ങനെ ഓടിച്ചാടി നടന്നിരുന്ന മനുഷ്യനാണെങ്കില്. ഇരിക്കട എന്ന് പറഞ്ഞ് ബാലൻ മനുവിനോട് ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. കുറേ നേരമായി തന്നെ നോക്കിയിരിക്കുന്ന മനുഷ്യങ്കനോട് നീ എന്താ എന്നെ നോക്കിയിരിക്കാൻ വന്നതാണോ? അങ്കിളെ ചോദിക്കാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ ഇപ്പോൾ അങ്കിള് റെസ്റ്റിലല്ലേ? മറുപടിയായി ബാലൻ നീ ഇപ്പോൾ ചോദിച്ചാലും പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെയില്ല. ഇത് കേൾക്കുന്ന മനു അതെനിക്ക് മനസ്സിലായി, പറഞ്ഞാലും തീരാത്ത അത്ര തന്നെയുണ്ട്, അതാണ് അങ്കിൾ ഒന്നും തന്നെ പറയാത്തത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.